മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, എല്ലാവരും ഹാപ്പിയാണോ? പരീക്ഷയൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടി. ചിലർ അതിന്റെ സങ്കടത്തിലൊക്കെ ആണെന്നറിയാം. എന്നാലും ചിലർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രശ്നം എന്നൊക്കെ നമ്മൾക്ക് അറിയേണ്ടതായിട്ടില്ലേ? ഇല്ലേ? യെസ്. അപ്പോ ഇവിടെ ഒരു വിന്നർ എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നുണ്ട് അല്ലെ. എന്താണ് നമ്മൾ വിൻ ചെയ്യാൻ പോകുന്നത്? 7ാം ക്ലാസ്സിൽ നിന്നും ഏറ്റവും വലിയ, നമ്മൾ എഴുതാൻ പോകുന്ന ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണിത്? USS. എന്താണ് USS? USS എന്താണ്? അറിഞ്ഞു പഠിക്കാം, പഠിച്ചു നേടാം നമുക്ക് USS. പക്ഷെ അതിനു മുമ്പ് USS എന്താണെന്നും USS എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും ഒക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ മാറ്റിയെടുക്കണ്ടേ? അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം എന്നാണ് USS. നമ്മൾ LSS 4ാം ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പലരും അല്ലെ. ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം ആണ്. എന്നാൽ ഇത് UPയിലായപ്പോഴേക്കും എന്തായി? അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം ആയി. USS എഴുതുന്നവരെ ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ അല്ലെ. അപ്പോൾ ഞാൻ ഇന്ന് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനാണ് വന്നിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് USSന് പഠിക്കേണ്ടത് എന്നുള്ളത് അല്ലെ. അപ്പൊ എന്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു. ശ്രുതി എന്നാണ്, മലയാളമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ USS പരീക്ഷയെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം ആണ്. എങ്ങനെയാണടാ ഇതിന് ചോദ്യങ്ങൾ വരിക? എങ്ങനെയാണ്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? USS പരീക്ഷയ്ക്ക് 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തും അല്ലെ. മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും ഒക്കെ ഉള്ള ഒരു പരീക്ഷയാണ് എന്ത്? USS എന്ന് പറയുന്നത്. മലയാളം പഠിക്കുന്നവര് അല്ലെ, അടിസ്ഥാന പാഠാവലി എല്ലാവരും പഠിക്കും. എന്നാൽ അറബിക്കും ഉറുദും സംസ്കൃതവും ഒക്കെ പഠിക്കുന്നവര് എന്ത് പഠിക്കില്ല? മലയാളം ഫസ്റ്റ് പഠിക്കില്ല. മലയാളം സെക്കൻഡ് എല്ലാവർക്കും ഉള്ളതാണ് അടിസ്ഥാന പാഠാവലി അല്ലെ. അപ്പൊ മലയാളത്തിന്റെ ഇതിന്റെയും കാര്യമാണ് ടീച്ചർക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്താണ്? ബഹുവികൽപ്പ ചോദ്യങ്ങൾ. അങ്ങനെ പറഞ്ഞു പേടിച്ചു പോണ്ട. മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അല്ലെ. പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരത്തെ പറ്റി കുറച്ച് ധാരണയുണ്ട്, ഒരുപാട് എഴുതി വെക്കാം, അങ്ങനെ മാർക്ക് കിട്ടാം എന്നൊന്നും വിചാരിച്ചാൽ USS പരീക്ഷയ്ക്ക് നമുക്ക് പാസ് മാർക്ക് കിട്ടില്ല അല്ലെ, ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു ഉത്തരത്തെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? USS പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ 3 എണ്ണവും നമുക്ക് അറിയാം അത് തെറ്റാണെന്ന്. അപ്പൊ 4ാമത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. പിന്നെ നമുക്ക് കുറെ ഡിലീറ്റ് ചെയ്തിട്ടൊക്കെ പോകാം. അതായത് ഒരു സാധ്യത, ഇത് ഇതാവാൻ സാധ്യതയില്ല, അപ്പോൾ അടുത്തത് ഇതിനും ഒരു സാധ്യതയില്ല, അപ്പൊ പിന്നെ മറ്റേത് തന്നെ, 3ാമത്തത് ഒരു സാധ്യതയില്ല, 4ാമത്തത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് എഴുതാം. പക്ഷെ അതിനും നമ്മൾ പഠിക്കണം. അപ്പൊ അവസാന നിമിഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിലീറ്റേഷൻ എന്ന് പറയുന്നത്. ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി ആൻസറിലേക്ക് എത്തുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ എന്താണ്? OMR ഷീറ്റിലാണ്. നിങ്ങൾ അമ്മമാരൊക്കെ PSC ഒക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ടോ? അതാ എത്ര ചോദ്യങ്ങളെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ABC ഓപ്ഷൻ ഉണ്ടാവും. ഇത് E വരെയുണ്ട്. ABC D വരെ ആയിരിക്കും. 4 ഓപ്ഷനുകളാണ് നിങ്ങൾ ഉണ്ടാവുക. അതിൽ നിന്ന് നിങ്ങൾ ബബിൾ ചെയ്യാണ് വേണ്ടത്, ഉത്തരങ്ങൾ ബബിൾ ചെയ്യുന്നത്. അപ്പോൾ OMR ഷീറ്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോഴേ നിങ്ങളൊരു OMR ഷീറ്റിന്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. ഒരു 10 20 രൂപ കൊടുത്താൽ നമുക്ക് ഒരു ബുക്ക്ലെറ്റിൽ ഒരുപാട് ഇങ്ങനത്തെ പേപ്പറുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ 1ാമത്തെ ചോദ്യം A ആണെങ്കിൽ Aക്ക് നമ്മൾ ബബിൾ ചെയ്യുക. 2ാമത്തെ ചോദ്യം C ആണ് ഉത്തരെങ്കിൽ അങ്ങനെ ചെയ്ത് ശീലിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ആ സമയത്ത് നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ടീച്ചർ നിങ്ങളോട് പറയാണ്, ഇത് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ഇപ്പൊ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് ടീച്ചർ വേറൊരു കാര്യം പറയട്ടെ. ഇങ്ങനെയൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഗൈഡൻസ് വേണം, ഒരു സപ്പോർട്ട് നമുക്ക് വേണം അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. നമ്മുടെ ബാച്ച് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? 7ാം ക്ലാസ്സില് അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. 2750 രൂപ ഒരു വർഷത്തേക്ക് ഫീസുള്ള ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് സൈലത്തിന്റെ. അവഞ്ചേഴ്സ് ബാച്ചിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്.
അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ വേറെ ഉണ്ടായിരിക്കും. അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റ് അപ്പോൾ ഒക്കെ നടത്തി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ആ ചാപ്റ്റർ ഞാൻ പഠിച്ചു, ഈ ടെസ്റ്റിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരികയും കാര്യങ്ങൾ നേരത്തെ തന്നെ പഠിക്കുകയും റിവിഷനുകൾ അല്ലേ, റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിവിഷൻ ചെയ്യുമ്പോൾ അതും വളരെ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. 10-ാം തീയതി അത് അവസാനിച്ചതായിരുന്നു. പക്ഷേ ഇതാ വീണ്ടും അത് അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ മാസം 17-ാം തീയതി വരെ ഈ ഒരു ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 10% 10% ഓഫറുകൾ നിങ്ങൾക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ നമ്പർ കേട്ടോ, 9954000800 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഈ ഒരു ഓണം ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ വീണ്ടും USSലേക്ക് പോവാണ്. മലയാളമാകുമ്പോൾ മുഴുവൻ പാഠഭാഗങ്ങളും എന്നും നമ്മൾ പറഞ്ഞു. ഇനി പഠിക്കാനുള്ള കുറച്ച് എക്സ്ട്രാ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. തൂലികാനാമങ്ങൾ. എന്താണ് തൂലികാനാമങ്ങൾ? എഴുത്തിനായി ഉപയോഗിക്കുന്ന അപരനാമം അല്ലെ, എഴുതാൻ വേണ്ടിയിട്ട് ചില കവികൾ ഉപയോഗിക്കുന്ന, കഥാകാരന്മാർ ഉപയോഗിക്കുന്ന, എഴുത്തുകാർ ഉപയോഗിക്കുന്ന ഒരു പേരാണ് തൂലികാനാമം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ P കുഞ്ഞിരാമൻ നായരെ നമ്മൾ P എന്നാണ് അറിയപ്പെടുന്നത്. കുമാരനാശാനെ ആശാൻ എന്നാണ് വിളിക്കുന്നത്. ഉള്ളൂർ S പരമേശ്വരയ്യരെ നമ്മൾ ഉള്ളൂർ എന്നാണ് വിളിക്കുന്നത്. അതാണ് തൂലികാനാമങ്ങൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. തൂലികാനാമങ്ങൾ ഒരു ദിവസം അല്ലെ, നിങ്ങളൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് USS പഠിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാണ്ട് ഇത്ര തൂലികാനാമങ്ങൾ ഞാൻ പഠിക്കും, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ടീച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൂലികാനാമങ്ങളും അങ്ങനെ ഇതിന് വേണ്ട ചോദ്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വീഡിയോസിൽ. അപ്പൊ തൂലികാനാമങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആത്മകഥകൾ, ചില പ്രധാനപ്പെട്ട ആത്മകഥകളുണ്ട്. ചില പ്രധാനപ്പെട്ട ആത്മകഥ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജോസഫ് മുണ്ടശ്ശേരി നമ്മുടെ മുൻ ഏറ്റവും ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കേരളത്തിന്റെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ആത്മകഥയുടെ പേര്? കൊഴിഞ്ഞ ഇലകൾ എന്നാണ് കേട്ടോ. കൊഴിഞ്ഞ ഇലകൾ, ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേര്. അപ്പൊ ആത്മകഥ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ ജീവചരിത്രക്കുറിപ്പ്, ജീവചരിത്രം പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ MT വാസുദേവൻ നായർ കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത്, മരണപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ഡോക്ടർ S ശ്രീകുമാർ ഒരു ജീവചരിത്ര പുസ്തകം പുറത്തിറക്കുകയുണ്ടായി MT വാസുദേവൻ നായരെ കുറിച്ച്. അപ്പോൾ ഡോക്ടർ S ശ്രീകുമാറാണ് MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ജീവചരിത്രം. അതൊരു സാധ്യതാ ചോദ്യമാണ്. ഈ അടുത്താണത് എന്ത് ചെയ്തത്, പ്രകാശനം ചെയ്തത്. ഇനി ചില ശൈലികൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചില ശൈലികൾ അച്ഛന് കുറേ ശൈലികൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ടീച്ചർക്ക് അരിമണിയൊന്നു കുറിക്കാനില്ല, കരിവളയിട്ട് കിളിക്കാൻ മോഹം, അതൊരു തരം ചൊല്ലാണ്. അതുപോലെ ചില ശൈലികളുണ്ട്. ചില ശൈലികൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ശൈലികളും കടങ്കഥകളും പഴഞ്ചൊല്ലുകളൊക്കെ ഒരു സാധ്യതയായിട്ട്. കടങ്കഥ നിങ്ങൾക്ക് അങ്ങനെ വരാറില്ല ചെറിയ ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ, എന്നാലും കടങ്കഥയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ ചില ശൈലികൾ എന്താണ് പറയുക, 2 പദങ്ങൾ കൂടിച്ചേരുമ്പോൾ ഓരോന്നിനും ഓരോ അർത്ഥമൊക്കെ ഉണ്ടാവും. അത് വിശദമായിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. ശൈലികൾ എന്ന് പറയുമ്പോൾ വാച്യാർത്ഥങ്ങളോട് പ്രത്യക്ഷമായി ബന്ധമില്ല, വിശേഷാർത്ഥം സൂചിപ്പിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ ശൈലികൾ എന്നൊക്കെ പറയാം. അപ്പൊ ചില ശൈലികളൊക്കെ നമുക്ക് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അല്ലെ കല്ലെറിഞ്ഞ പോലെ എന്നൊക്കെയുള്ളത്, അതൊരു തരം ശൈലിയാണ്. ഒരുപാട് ബഹളം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ എന്ന് പറയാം. മറ്റേതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഴഞ്ചൊല്ലുകളൊക്കെ. ഇത് നമുക്ക് പഠിക്കണം. പിന്നെ നാടകങ്ങൾ, ചില പ്രധാന നാടകങ്ങളൊക്കെ, ആദ്യത്തെ രാഷ്ട്രീയ നാടകം, ആദ്യത്തെ നാടകം, അങ്ങനെ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില സഞ്ചാര സാഹിത്യ കൃതികളുണ്ട്. SK പൊറ്റക്കാടൊക്കെ എഴുതിയ ഒരുപാട് സഞ്ചാര സാഹിത്യ കൃതികൾ ചോദിക്കാറുണ്ട്. നമുക്ക് പഠിക്കാം ഇതൊക്കെ കേട്ടോ. പിന്നെ ചില പ്രധാന വരികൾ, ഇതാരെഴുതിയതാണ്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ആരെഴുതിയ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ വരികളാണ്.
അത്തരം ചോദ്യങ്ങൾ നമുക്ക് ഒരു സാധ്യതാ ചോദ്യമാണ്. പിന്നെ പ്രധാന പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ്, വെള്ളത്തോൾ അല്ലെ, വയലാർ പുരസ്കാരം, വെള്ളത്തോൾ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, വിവിധ തരത്തിലുള്ള പുരസ്കാരങ്ങൾ നമ്മൾ ഓരോ എഴുത്തച്ഛൻ അല്ലെ, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാനം, മാതൃഭൂമി പുരസ്കാരം തുടങ്ങിയ ഒരുപാട് പുരസ്കാരങ്ങളെ പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പത്രം വായന നിർബന്ധമാണ് കേട്ടോ. പത്രവായന ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിക്കോളൂ വായിക്കാത്തവരാണെങ്കിൽ. ചില ചോദ്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം അല്ല. ഇത് നോക്കൂ, നമ്മൾ തൂലികാനാമങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ചില വിശേഷണങ്ങൾ. ചില കവികളെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. വള്ളത്തോൾ നാരായണ മേനോനാണ് വള്ളത്തോൾ എന്നുള്ള തൂലികാനാമത്തിൽ എഴുതുന്നത്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത്, കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നത് ഒക്കെ വള്ളത്തോളാണ് കേട്ടോ. വള്ളത്തോൾ. ഇനി ഇത് നോക്കൂ, ഇങ്ങനെ കുറേ ഉണ്ട്. കേരള വ്യാസൻ, കേരള കാളിദാസൻ, കേരള തുളസീദാസ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനി മറ്റൊരു തരം ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഇത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഇതാ, കവയിത്രി, കവിയിത്രി, കവിയത്രി, കവിത്രി. ഇത് വാക്യശുദ്ധിയിൽ വരുന്നതാ, ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഇതിൽ ശരിയായത് ഏത് എന്നുള്ളത്. ഇതിൽ ശരിയായത് ഏത്? അപ്പോൾ ഇതിൽ ഏതാണ് ശരി? കവയിത്രിയാണോ, കവിയിത്രിയാണോ, കവിയത്രിയാണോ, കവിത്രിയാണോ? കമന്റ് ചെയ്യുക, എല്ലാവരും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറന്നു പോകണ്ട, നമ്മുടെ ഓഫർ മറന്നു പോകണ്ട. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് ഇൻസ്റ്റയിൽ ഒരു ചാനൽ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ഒരു പേജ് തന്നെ ഉണ്ട് നമ്മുടെ 7ാം ക്ലാസ് ഇതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് USS ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.